Hello everyone, welcome to Kids Area Online. Class 2 English ഓണം എക്സാം ആയിരുന്നു ഇന്ന്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവോ? എക്സാം ഈസി ആയിരുന്നല്ലോ, നല്ല ഈസി ആയിരുന്നല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 9746487799. അതുപോലെ തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് അടുത്ത ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്ന് ഒന്നാമത്തെ ആക്ടിവിറ്റി ലിസൺ ആൻഡ് റീഡ് ആൻഡ് ആൻസർ. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. ഇതിനൊരു ടീച്ചർ എന്ത് പറഞ്ഞു തന്നു? ഒരു സ്റ്റോറി പറഞ്ഞു തന്നു അല്ലേ? ടീച്ചർ എന്ത് പറഞ്ഞു തന്നു? ഒരു സ്റ്റോറി പറഞ്ഞു തന്നു. ആ സ്റ്റോറി എന്തായിരുന്നു? ആരെക്കുറിച്ചായിരുന്നു? പീഹുവിനെ കുറിച്ചായിരുന്നു സ്റ്റോറി പീഹുവിനെ കുറിച്ചായിരുന്നു. എന്തായിരുന്നു സ്റ്റോറി? പീഹു ആരായിരുന്നു? പീഹു ഈസ് എ ലിറ്റിൽ റാബിറ്റ്. പീഹു ഒരു ചെറിയൊരു മുയലായിരുന്നു. ഷീ ഈസ് വൈറ്റ് ആൻഡ് സോഫ്റ്റ്. അവൾക്ക് വെള്ള നിറവും നല്ല സോഫ്റ്റുമായിരുന്നു. പീഹു ലൈക്സ് ടു ഈറ്റ് ക്യാരറ്റ്സ് ആൻഡ് ഗ്രീൻ ലീവ്സ്. പീഹുവിന് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം? പച്ചയിലകളും അതുപോലെ ക്യാരറ്റുമായിരുന്നു. പീഹു ഹാസ് മെനി ഫ്രണ്ട്സ്. പീഹുവിന് നിറയെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് എ സ്പാരോ, എ മൗസ് ആൻഡ് എ ബട്ടർഫ്ലൈ ആർ ഹെർ ഫ്രണ്ട്സ്. ഉറുമ്പ്, കുരുവി, എലി, പൂമ്പാറ്റ ഇവരായിരുന്നു പീഹു റാബിറ്റിൻ്റെ കൂട്ടുകാർ. ദേ പ്ലേ ടുഗദർ ഇൻ ദ പാർക്ക്. അവർ ഒരുമിച്ച് എവിടെ കളിക്കുമായിരുന്നു? പാർക്കിൽ കളിക്കുമായിരുന്നു. അപ്പം നോക്കാം ഒന്നാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് ആൻസർ. പീഹു ഈസ് എ പീഹു റാബിറ്റ് ആണോ, ബേർഡ് ആണോ, മൗസ് ആണോ? റാബിറ്റ്. പീഹു ഈസ് എ റാബിറ്റ്. പീഹു ഈസ് റെഡ് ആണോ, വൈറ്റ് ആണോ, യെല്ലോ ആണോ? വൈറ്റ് ആൻഡ് സോഫ്റ്റ് ആണ്, വൈറ്റ് ആണ്. പീഹു ഹാസ് നോ ഫ്രണ്ട്സ്. ട്രൂ ഓർ ഫാൾസ് എഴുതാനാണ്. ട്രൂ ആണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, തെറ്റാണെങ്കിൽ ക്രോസ് മാർക്ക് കൊടുക്കുക. പീഹു ഹാസ് നോ ഫ്രണ്ട്സ്. പീഹുവിന് കൂട്ടുകാരില്ലായിരുന്നോ? പീഹുവിന് കൂട്ടുകാരുണ്ടല്ലേ, അപ്പോൾ ഇത് തെറ്റാണ്. പീഹു ലൈക്സ് ടു ഈറ്റ് ക്യാരറ്റ്. പീഹുവിന് ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമായിരുന്നു, ശരിയാണ്. പീഹു ആൻഡ് ഹെർ ഫ്രണ്ട്സ് പ്ലേ ഇൻ ദ. പീഹുവും കൂട്ടുകാർ എവിടെയാണ് കളിച്ചേ? പാർക്കിലാണ്. അപ്പോൾ ഇതായിരുന്നു ആൻസർ. വളരെ ഈസി ആയിരുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. പ്ലേ ടൈം. ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇറ്റ്. ഇവിടെ നോക്കിയേ, ദാ അവിടെ ഒരു സ്മോൾ എലിഫന്റ് എവിടെ നിൽക്കുന്നു? മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. റാബിറ്റ് ബോൾ തട്ടി കളിക്കുന്നു. സീസായിൽ സ്പാരോയും മൗസും ഉണ്ട്. സ്വിങ്ങിൽ ആൻറ്റ് ഉണ്ട്. ബട്ടർഫ്ലൈ പറക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. എഴുതുമ്പോൾ സീസ വേണം, പ്ലേയിങ് വേണം, ബേബി എലിഫന്റ് വേണം, സ്വിങ് വേണം, ഫ്ലൈയിങ് വേണം, ഹാപ്പി വേണം. ഇത്രയും വാക്കുകൾ ഡിസ്ക്രിപ്ഷനിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാവോ? ദിസ് ഈസ് എ പാർക്ക്. ദിസ് ഈസ് എ പാർക്ക്. ഇതൊരു പാർക്കാണ്. അപ്പോൾ അത് ഫസ്റ്റ് സെൻറ്റൻസ് ദിസ് ഈസ് എ തന്നിട്ടുണ്ട്. ദിസ് ഈസ് എ പാർക്ക്. ഇനി ഇവർ എന്ത് ചെയ്യുവാണ്? കളിക്കുവാണ്. അപ്പോൾ പ്ലേയിങ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ദ ഫ്രണ്ട്സ് ആർ പ്ലേയിങ്, അല്ലെങ്കിൽ ദ ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഹാപ്പിലി. അവർ സന്തോഷത്തോടെ കളിക്കുന്നു, അല്ലെങ്കിൽ ദ ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എന്ന് എഴുതാം. ഇനി ബേബി എലിഫന്റ് എഴുതാം. മൂന്നാമത് ബേബി എലിഫന്റ്. എ ബേബി എലിഫന്റ് ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ട്രീ. ബേബി എലിഫന്റ് എന്ത് ചെയ്യുന്നു? ട്രീയുടെ അടുത്ത് നിൽക്കുന്നു. ഈ സ്റ്റാൻഡിങ് നിയർ ദ ട്രീ. ഇനി സ്വിങ് എഴുതാം. സ്വിങ്. ആരാ സ്വിങ്? ആരാ ഊഞ്ഞാലാടുന്നേ? ഉറുമ്പാണ്. ദ ആൻഡ് ഈസ് സിറ്റിംഗ് ഓൺ ദ സ്വിങ്. ദ ആൻഡ് ഈസ് സിറ്റിംഗ് ഓൺ ദ സ്വിങ്. ഇനി സീസ. സീസ ആരൊക്കെയുണ്ട്? മൗസ് ഉണ്ട്, സ്പാരോ ഉണ്ട്. ദ മൗസ് ആൻഡ് സ്പാരോ, അല്ലെങ്കിൽ ദ മൗസ് ആൻഡ് ബേർഡ് ആർ ഓൺ ദ സീസ. ഇനി ഫ്ലൈയിങ്. ഫ്ലൈയിങ് ആരാ ചെയ്യുന്നത്? ബട്ടർഫ്ലൈ. ദ ബട്ടർഫ്ലൈ ഈസ് ഫ്ലൈയിങ് ഇൻ ദ എയർ. ദ ബട്ടർഫ്ലൈ ഈസ് ഫ്ലൈയിങ് ഇൻ ദ എയർ. ഇവിടെ ദ റാബിറ്റ് ഈസ് കിക്കിംഗ് എ ഫുട്ബോൾ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ദ റാബിറ്റ് ഈസ് കിക്കിംഗ് എ ഫുട്ബോൾ. എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഹാപ്പി. എവരി വൺ ലുക്സ് വെരി ഹാപ്പി. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എവരി വൺ ലുക്സ് വെരി ഹാപ്പി. അപ്പോൾ ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകിയിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കി ഡിസ്ക്രിപ്ഷൻ എഴുതാനായിരുന്നു രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ കോൺവെർസേഷൻ ആണ് പീഹു ആൻഡ് ദ ബേബി എലിഫന്റ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പീഹു ആൻഡ് ദ ബേബി എലിഫന്റ്. പീഹുവും ബേബി എലിഫന്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷനിൽ ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. പ്ലേയിങ്, ക്യാൻ, ജോഗിങ്, എസ്, ഹലോ. ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്താൽ മതി. പീഹു
എന്താ പറയുക ഇവിടെ? ഹലോ ഫ്രണ്ട്. എന്താ പറയുക? ഹലോ ഫ്രണ്ട്. വൈ ആർ യു ഹിയർ? എന്താ ഇവിടെ? ബേബി എലിഫന്റ്. ഹായ്, ഐ ആം ഹിയർ ഫോർ. ഞാൻ ഇവിടെ എന്ത് ചെയ്യുവാണ്? ജോഗിങ്. പി ഓ ഈസ് ഇറ്റ്? വി ആർ, ഞങ്ങൾ എന്ത് ചെയ്യുവാണ്? പ്ലേയിങ്, ഞങ്ങൾ കളിക്കുവാണ്. ബേബി എലിഫന്റ്. ക്യാൻ ഐ ജോയിൻ യു? ക്യാൻ ഐ ജോയിൻ യു? പി ഹു, യെസ് യു ക്യാൻ. ടീച്ചർ ഇവിടെ കറക്റ്റ് നൽകിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്, വൈ ആർ യു ഹിയർ? ഹായ്, ഐ ആം ഹിയർ ഫോർ ജോഗിങ്. ഓ ഈസ് ഇറ്റ്? വി ആർ പ്ലേയിങ്. ബേബി എലിഫന്റ്. ക്യാൻ ഐ ജോയിൻ യു? പി ഹു, യെസ് യു ക്യാൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ വാക്കുകൾ ഉപയോഗിച്ച് കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി ഫേവറേറ്റ് ഫുഡ്. റീഡ് ആൻഡ് മാച്ച് ആണ്. ഐ ലൈക്ക് നെക്ടർ. നെക്ടർ എവിടെയാണ്? ഇതാണ് നെക്ടർ. അപ്പോൾ അതിലോട്ടേക്ക് വരയ്ക്കുക. ഐ ഡോണ്ട് ലൈക്ക് നെക്ടർ. എനിക്ക് നെക്ടർ ഇഷ്ടമല്ല. ഐ ലൈക്ക് ഷുഗർ കെയിൻ. എനിക്ക് ഷുഗർ കെയിൻ ആണ് ഇഷ്ടം. അപ്പോൾ എലിഫൻറ്റിൽ നിന്ന് ഷുഗർ കെയിനിലോട്ട് വരയ്ക്കാം. ഐ ഡോണ്ട് ലൈക്ക് ഷുഗർ കെയിൻ. എനിക്ക് ഷുഗർ കെയിൻ ഇഷ്ടമല്ല. ഐ ലൈക്ക് നട്ട്സ് ആൻഡ് സീഡ്സ്. എനിക്ക് നട്ട്സും സീഡ്സും ആണ് ഇഷ്ടം. ബേർഡിൽ നിന്ന് നട്ട്സ് ആൻഡ് സീഡ്സിലേക്ക് വരയ്ക്കാം. ഐ ലൈക്ക് ഹെൽത്തി ഫുഡ്. ഐ ഈറ്റ് ക്യാരറ്റ്സ് ആൻഡ് ഗ്രീൻ ലീവ്സ്. എനിക്ക് ഹെൽത്തി ഫുഡായിട്ടുള്ള ക്യാരറ്റും ഗ്രീൻ ലീവ്സും ഒക്കെ ഇഷ്ടം. ഇവിടേക്ക് വരയ്ക്കാം. ഐ ലൈക്ക് ഷുഗർ ആൻഡ് സ്വീറ്റ്സ്. അതെവിടെയാ? ഇവിടെ. ഐ ലൈക്ക് ഷുഗർ ആൻഡ് സ്വീറ്റ്സ്. അപ്പോൾ ഇതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി. അഞ്ചാമത്തെ ആക്ടിവിറ്റി ആഡ്മോർ ലൈൻസ് ആണ്. ആഡ്മോർ ലൈൻസിൽ ഉൾപ്പെടുത്തേണ്ട വാക്കുകൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, ഹൗസസ്, ഗ്രാസസ്. റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദ ട്രീസ്, സ്മൈൽ ഓൾ ഡേ. ഇപ്പോൾ ട്രീസിൻ്റെ സ്ഥലത്താണ് മാറ്റി എഴുതാനുള്ളത്. റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദ, അടുത്ത വാക്ക് എന്താ? ഫ്ലവേഴ്സ്. ഓൺ ദ ഫ്ലവേഴ്സ്, സ്മൈൽ ഓൾ ഡേ. റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദ പ്ലാന്റ്സ്. അടുത്ത മൂന്നാമത്തെ വാക്ക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഓൺ ദ പ്ലാന്റ്സ്, സ്മൈൽ ഓൾ ഡേ. അടുത്ത നാലാമത്തെ വാക്ക് റെയിൻ റെയിൻ കം ടുഡേ. നാലാമത്തെ വാക്ക് ഹൗസസ്. ഓൺ ദ ഹൗസസ്, സ്മൈൽ ഓൾ ഡേ. അടുത്ത അഞ്ചാമത് റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദ ഗ്രാസസ്, സ്മൈൽ ഓൾ ഡേ. അപ്പോൾ ഇതുപോലെയാണ് എഴുതേണ്ടത്. സ്മൈൽ ഓൾ ഡേ. റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദ ഫ്ലവേഴ്സ് ആണ് ഒന്നാമത്തെ വരിയിൽ ഇവിടെ എഴുതേണ്ടത്. ഓൺ ദ ഫ്ലവേഴ്സ്. റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദ പ്ലാന്റ്സ്, സ്മൈൽ ഓൾ ഡേ. അതാണ് ഇവിടെ എഴുതാനുള്ളത്. റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദ ഹൗസസ്, സ്മൈൽ ഓൾ ഡേ. ഇത് മൂന്ന് വരിയാണ് ഇവിടെ എഴുതാനുള്ളത്. റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദി ഗ്രാസസ്, സ്മൈൽ ഓൾ ഡേ. ഈ നാല് വരിയാണ് ഇവിടെ എഴുതാനുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. എഴുതാൻ്റെ ആൻസർ കണ്ടെഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. എക്സാം വളരെ ഈസി ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നാളത്തെ എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ആവുക. ക്ലാസ്സസ് വൈകിട്ട് വരുന്നുണ്ട്, മറക്കാതെ കാണുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.